ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വാവയുടെ 1.5 മാസത്തെ വാക്സിനേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ. അവൾ വലുതായ അവൾക്ക് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഡോക്യുമെൻ്റ് പോലെ ആക്കി വെക്കുന്നതെന്നുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് പറമ്പത്തുള്ള കുണ്ടിപ്പറമ്പ് അംഗനവാടിയിലാണ്. അപ്പോൾ ആദ്യം തന്നെ 2 തുള്ളിമരുന്നാട്ടോ കൊടുത്തത്. ആളവിടെ എത്തിയ പാടനെ പോകുമ്പോഴേ വണ്ടിയിൽ നിന്ന് നല്ല ഉറക്കമായിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോൾ ഒന്ന് കണ്ണുറന്ന്, പിന്നെ മരുന്ന് കൊടുത്തപ്പോഴും ഒന്ന് കണ്ണുറന്ന്. മരുന്ന് നല്ലോണം കുടിച്ചു. പക്ഷേ ഇഞ്ചക്ഷൻ വെക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കരഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. കരയാത്ത ആൾ കുറേയൊക്കെ വേദന നല്ല സഹിച്ച് നിൽക്കും. കൈമല വെച്ചപ്പോൾ അധികം കരഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കൈമലൊന്നും, വലത്തെ കയ്യിലൊന്നും, 2 കാലിലും കേട്ടോ. കാലിൻ്റെ തൊടേൻ്റെ അവിടെ 2 അങ്ങനെയാണ്. കൈമല വെച്ചപ്പോൾ അധികം ഉണ്ടായിരുന്നില്ല, വേദന കുറവുണ്ടായിരുന്നു. മീൻസ് കരച്ചിൽ കുറവായിരുന്നു. കാലുമല വെച്ചപ്പോഴാണ് നല്ല രീതിയിൽ കരഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇഞ്ചക്ഷൻ വെക്കുന്ന ഭാഗം ഞാൻ ജസ്റ്റ് ബ്ലറാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ കുഞ്ഞുമക്കൾ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ബ്ലറാക്കി. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അവിടുന്ന് പാരസെറ്റമോളിൻ്റെ മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള പ്രബേച്ചിയാണ്. പ്രബേച്ചിയും മോളുമാണ്. അപ്പോൾ അവർക്ക് വിറ്റമിൻ ഡിൻ്റെ മരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോളിയോ പോലെ കൊടുക്കാൻ വേണ്ടി വന്നു. നമ്മളെ കൂടെ തന്നെയാട്ടോ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അച്ഛൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അച്ഛൻ അവനെ ചോദിച്ച് വേദന ഉണ്ടോയെന്നൊക്കെ ചോദിച്ചങ്ങനെ അവളപ്പോഴത്തേക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഉറങ്ങിപ്പോയിക്കുന്നു. പിന്നെ നമ്മൾ നേരെ തിരിച്ചു പോയിട്ടോ. വീട്ടിലെത്തിയപാട് തന്നെ മരുന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. അപ്പോൾ പാരസെറ്റമോളിൻ്റെ ടോണിക്ക തന്നത് 2.5 ml വെച്ചിട്ട് 4 നേരം, അതായത് 6 മണിക്കൂർ കൂടുമ്പോൾ വെച്ച് കൊടുക്കും. രാത്രി ചെറിയൊരു പനിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അവനെ മൂടി വെച്ച് കിടത്തി ഉറക്കി. പിന്നെ രാവിലെ ആയപ്പോഴത്തേക്ക് ചെറിയൊരു ക്ഷീണം ഉണ്ടായിരുന്നു. പനി കുറഞ്ഞിരുന്നു, ചെറിയൊരു ക്ഷീണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ. പുതിയ വീഡിയോ കണ്ടിരിക്കും.